സുദീർഘമായി സംസാരിക്കുന്നില്ല. ഒരൊറ്റ പോയിന്റ്, ആഗതമാകുന്ന അറഫയുടെ ദിവസം ദുആഇന് ഏറ്റവും കൂടുതൽ ഇജാബത്തുള്ള ദിവസമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വരുന്ന ബുധനാഴ്ചയായിരിക്കും അറഫയുടെ ദിനം, അതായത് ദുൽഹിജ്ജ 9. ഏറ്റവും കൂടുതൽ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് അന്നാണെന്ന് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആഗതമാകുന്ന അറഫയുടെ ദിനം, അന്നത്തെ നോമ്പ് 2 വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന നോമ്പാണ്. എല്ലാവരും നോമ്പെടുക്കുകയും അന്നത്തെ പകൽ, രാത്രിയല്ല പകലിന് കൂടുതൽ പ്രാധാന്യം, അന്നത്തെ പകൽ ധാരാളം ദിക്റുകൾ ചൊല്ലി, പ്രത്യേകിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ ധാരാളം വർദ്ധിപ്പിച്ച്, സൂറത്ത് ഇഖ്ലാസുകൾ ധാരാളം വർദ്ധിപ്പിച്ച് അല്ലാഹുവിനോട് മനമൊരുങ്ങി പ്രാർത്ഥിച്ചാൽ ദുആഇന് ഇജാബത്ത് കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ ഇവിടുത്തെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അണുമണി തൂക്കം ഈമാനിന്റെ കണിക ആരുടെയെങ്കിലും ഹൃദയത്തിലുണ്ടോ അവർക്കൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്ന ദിനമാണ് അറഫയുടെ ദിനം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു തആല ഉപയോഗപ്പെടുത്താനും വിജയിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ഖുത്ബയിൽ മൊത്തത്തിൽ പറഞ്ഞത് അല്ലാഹു ആദരിച്ച വസ്തുക്കൾ ആദരിക്കുക, ബഹുമാനിക്കുക. അതാണ് ഹജ്ജിന്റെയും ഉംറയുടെ അടിത്തറ. അല്ലാഹു ബഹുമാനിച്ച് ആദരിച്ച വസ്തുക്കൾ ആദരിക്കുക, അതാണ് ഹജ്ജും ഉംറയും പഠിപ്പിക്കുന്നത്. മഹാന്മാരെ അനുസ്മരിക്കുക, അറഫയും മുസ്ദലിഫയും ഇനയും അടക്കം ഹജ്ജിന്റെ മുഴുവൻ കർമ്മങ്ങളിലും സ്മരണകളാണ്. മഹത്തുക്കളെ സ്മരിക്കുന്നു, അംബിയ മുർസലിനെ സ്മരിക്കുന്നു, അവരെ ഫോളോ ചെയ്യുന്നു, അവരെ അനുധാവനം ചെയ്യുന്നു, അവരെ പഠിക്കുന്നു. ഇത് തന്നെയാണ് ഖുർആൻ നൽകുന്ന സന്ദേശം. ഒരുപാട് അംബിയാക്കളുടെ ചരിത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അവരെ പഠിക്കണം, അവരെ അറിയണം, അവരെ ഉൾക്കൊള്ളണം, അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരായിരിക്കണം നമ്മുടെ റോൾ മോഡൽ എന്ന വലിയ സന്ദേശമാണ് ബലിപെരുന്നാളും അതുപോലെ തന്നെ ഉദ്ഹിയ്യത്തും അതുപോലെ ഉംറയും ഹജ്ജും നമുക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ ആ ഒരു പാരമ്പര്യം മഹത്തുക്കളെ ആദരിക്കുക, ബഹുമാനിക്കുക. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട അതുപോലെ ഉംറയുമായി ബന്ധപ്പെട്ട ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ഈ വലയാലിൻ അശ്ർ എന്ന ഖുർആൻ പ്രത്യേകം പേരെടുത്തു പറഞ്ഞ ഈ രാത്രികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ എല്ലാം അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ വിശ്വാസം അടിവരയിടുകയാണ്. അത് അഹ്ലുസ് സുന്നത്തുൽ ജമാഅ, അതാണ് ഇസ്ലാമിന്റെ തനതായ രൂപം എന്ന് ഹജ്ജും ഉംറയും ഉദ്ഹിയ്യത്തും ഒക്കെ പഠിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന വസ്തുതയാണ്. അതുകൊണ്ട് നാം ആരെയും അമ്പിയാക്കൾ ആരാധിക്കുന്നില്ല, കഅബയെ ആരാധിക്കുന്നില്ല, അറഫയെ ആരാധിക്കുന്നില്ല. അല്ലാഹു തആല ആദരിച്ച ബഹുമാനിച്ച വസ്തുക്കൾ ആദരിക്കുകയാണ്. ആരാധന അല്ലാഹുവിന് മാത്രമാണ്. ആദരവോ അല്ലാഹു തആല ആദരിക്കാൻ പറഞ്ഞ, ബഹുമാനിക്കാൻ പറഞ്ഞ എല്ലാ വസ്തുക്കളെയും ബഹുമാനിക്കേണ്ടതുണ്ട്, ആദരിക്കേണ്ടതുണ്ട്. ആ ആദരവും ബഹുമാനവും അത് തഖ്വയിൽപ്പെട്ടതാണ്, തഖ്വ ഈമാനിൽപ്പെട്ടതാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഇബ്രാഹിം മഖാമിന്റെ പിന്നിൽ വെച്ച് നിസ്കരിക്കണം. വത്തഖിദ് മിൻ മഖാം ഇബ്രാഹിം മുസല്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒരിക്കലും മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ചുള്ള നിസ്കാരം ഒരിക്കലും ആ മഖാം ഇബ്രാഹിമിനുള്ള ആരാധനയല്ല, ആദരവാണ്. അപ്പോൾ ആദരവ് മാറ്റി വെച്ചിട്ട് ഒരു ഈമാനില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം വിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഇന്നത്തെ ഖുത്ബയിൽ പറഞ്ഞു. വഅതബിറു, നിങ്ങൾ പ്രത്യേകം പരിഗണിക്കുന്നില്ലയോ, ചിന്തിക്കുന്നില്ലയോ? അതുപോലെ തന്നെ വന്തബിഹു ഇലാ അർക്കാനിൽ ഹജ്ജ് വവാജിബാതിഹാ, ഹജ്ജിന്റെ റുക്നിൽ, ഹജ്ജിന്റെ നിർബന്ധമായ ഘടകങ്ങൾ, വാജിബാത്തായ ഘടകങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലയോ എന്ന് പറഞ്ഞ് അറഫയെ കുറിച്ചും അറഫയിൽ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹവ്വാ റളിയല്ലാഹു അൻഹയും ഭൂമിയിലേക്ക് വന്നതിനു ശേഷം ആദ്യമായി സംഗമിച്ച ആ ചരിത്ര വസ്തുതകളിലേക്കൊക്കെ സൂചന ഇന്നത്തെ ഖുത്ബയിൽ നാം നടത്തുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആര് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും പകർത്താനും ഈ വിശുദ്ധമായ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്താനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.